ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമുക്കറിയാം ഈ ഒരു വർഷം നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ്, നല്ലൊരു എമൗണ്ട് കിട്ടിയെന്ന് പറയാനുള്ള പ്രൊജക്ട്സ് ആകെ രണ്ടെണ്ണം മാത്രമാണ്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നോട്ട് കോയിൻ, രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡോക്സ്. ഈ രണ്ട് കോയിനിൽ കോമൺ ആയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ്, ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടെലഗ്രാമാണ്. ടെലഗ്രാമിൽ റിലീസാവുന്ന എല്ലാ ബോട്ടുകൾ അല്ലെങ്കിൽ മിനി ആപ്പുകളും ടെലഗ്രാമിൻ്റെ സ്വന്തമല്ല. ടെലഗ്രാം അല്ല ഡെവലപ്പ് ചെയ്യുന്നത്, ജസ്റ്റ് ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന പ്ലാറ്റ്ഫോം മാത്രമാണ് ടെലഗ്രാം. പക്ഷേ ടെലഗ്രാം തന്നെ ഡെവലപ്പ് ചെയ്ത് എയർ ഡ്രോപ്പ് കൊടുത്ത രണ്ട് പ്രൊജക്റ്റുകളാണ് നോട്ട് കോയിനും അതുപോലെ തന്നെ ഡോക്സും. പിന്നീട് നിങ്ങൾക്കറിയാം ടെലഗ്രാമിൻ്റെ മെയിൻ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ കോയിൻ എന്ന് പറഞ്ഞാൽ ടോണാണ്. ടോൺ വെച്ചിട്ടാണ് എല്ലാ പേയ്മെൻറ്റ്സും ഈ ഒരു ടെലഗ്രാം എക്കോസിസ്റ്റത്തിൽ നടക്കുക. അപ്പോൾ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു എയർ ഡ്രോപ്പ് ഏതാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം വരാൻ പോകുന്ന നമ്മളെ ലോസ്റ്റ് ഡോക്സ് ആണ്. ലോസ്റ്റ് ഡോക്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമ്മൾ ഓൾറെഡി ഫാമിംഗ് ചെയ്തു, ഫാമിംഗ് അവസാനിക്കുകയും ചെയ്തു. ഇനി അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ ചെറിയ രണ്ട് ഇവൻസും ഇനി വരാനുണ്ട്. അത് ഒക്ടോബർ മാസത്തിലാണ് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അതിന് പുറമെ നമുക്ക് എക്സ്ട്രാ ഒരു നല്ല കോയിൻ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂബാണ്. അപ്പോൾ എന്താണ് ഈ കൂബ് എന്ന് നോക്കുകയാണെങ്കിൽ, കൂബ് ടിക്ടോക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് ഷോർട്സ്, ഇതുപോലൊക്കെ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. 2012 ലോഞ്ച് ആയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ്, ഇതിൻ്റെ ഫൗണ്ടർ ടെലഗ്രാം അല്ല. അപ്പോൾ എന്തിനാണ് ഈ ടെലഗ്രാം ഫൗണ്ട് ചെയ്ത കോയിൻസിൻ്റെ എല്ലാ കാര്യം പറഞ്ഞത്? ടെലഗ്രാമുമായിട്ട് പാർട്ണർഷിപ്പുള്ള ആപ്പാണ് കൂബ്. അപ്പോൾ ഈ കൂബ് എന്തിനാണ് നമ്മൾ നോക്കുന്നത്? ജസ്റ്റ് റീൽസും അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്ന ആപ്പാണ്. നമ്മൾ എന്തിനാണ് നോക്കണം? നമ്മളത് നോക്കുന്നത് എന്തിനാണ്? അവർ എയർ ഡ്രോപ്പ് നടത്താൻ പോവുകയാണ്. കൂബ് എന്ന് പറയുന്ന COUB എന്ന് പറയുന്ന ടോക്കൺ എയർ ഡ്രോപ്പ് നടത്താൻ പോവുകയാണ്. വളരെ കുറഞ്ഞ സപ്ലൈ മാത്രമാണ് ഈ ഒരു സ്റ്റേജിൽ വന്നിരിക്കുന്നത്. 14 ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഇവൻറ്റ്. ഇന്ന് സ്റ്റാർട്ടായി, 20-ാം തീയതി സ്റ്റാർട്ടായിക്കൊണ്ട് ഇനി 14 ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഇവൻറ്റ് നടത്താൻ പോകുന്നത്. ഓക്കെ, 14 ദിവസം കഴിഞ്ഞാൽ ഈ കൂബ് ടോക്കൺ ഏൺ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോൾ ഏത് ദിവസമാണ് ഈ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 20-നാണ്. നിങ്ങൾ ഏത് ദിവസം കാണുകയാണെങ്കിലും 14 ദിവസത്തിന് ശേഷം അല്ല കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൂബിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻഡ് കമൻറ്റായിട്ടും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നിലവിൽ കൂബിൻ്റെ ടെലഗ്രാം മിനി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 ടാബുകളാണുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ടാസ്ക്, 2 വാലറ്റ്, 3 ഷോർട്സ്. ഈ 2 ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് മെയിൻലി യൂസ്ഫുൾ. ആദ്യത്തെ ടാബ് എന്ന് പറഞ്ഞാൽ ടാസ്കുകളാണ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ₹1 പോലും മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും 5ഉം 50ഉം കൂബുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈസി ആയിട്ടുള്ള ടാസ്കുകൾ മാത്രമാണ്. അതുപോലെ തന്നെ 19 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 360 കൂബ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ആദ്യത്തെ ടാസ്ക് എഡിറ്റ് ചാനൽ ഇൻഫോ ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു കൂബിനകത്ത് തന്നെ നമുക്കൊരു ചാനലുണ്ട്. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന പോലെ തന്നെ ഒരു ചാനൽ ഈ കൂബിനകത്ത് നമുക്ക് തുടങ്ങാൻ പറ്റും. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ചാനലിൽ ഒരു പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ യൂസർ നെയിം ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ചെയ്താൽ മതി, അത് കംപ്ലീറ്റ് ആവും. ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കുറേ ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ പറയുന്നത് എന്താ, വാച്ച് 10 കൂബ്സ്, ഇങ്ങനത്തെ ഒക്കെ ടാസ്കുകളാണ്. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഷോർട്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരിക. ഇവിടെ വന്നതിന് ശേഷം ഇതുപോലെ വീഡിയോസ് കുറേ എണ്ണം ഉണ്ടാവും. നിങ്ങൾ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഈ 10 എണ്ണം കാണുക. ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പ്ലേ ആക്കി കാണിച്ചു തരാൻ പറ്റില്ല. അതുപോലെ തന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റീൽസ് കാണുന്ന പോലെ ഈ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ സ്വൈപ്പ് ചെയ്താൽ മതി. സ്വൈപ്പ് അപ്പ് ചെയ്യുന്നതോറും പുതിയ വീഡിയോസ് വരും. അതുപോലെ 10 എണ്ണം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ടാബ് എന്ന് പറഞ്ഞാൽ വാലറ്റ് ആണ്. വാലറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാലറ്റ് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ കയ്യിൽ ഡോക്സോ ടോണോ നോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് വാലറ്റിലാണോ ഉള്ളത് ആ വാലറ്റ് വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നിങ്ങളുടെ എക്സ്ചേഞ്ചിലാണ് ടോണോ നോട്ടോ ഡോക്സോ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെ ടോൺ വാലറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ടോണിൽ നിന്ന് എങ്ങനെ എക്സ്ചേഞ്ചിലേക്ക് എടുക്കാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ടോണും അതുപോലെ തന്നെ നോട്ടും ഡോക്സും എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ പഠിക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ ഒരു വാലറ്റ് വേണം കണക്ട് ചെയ്യാൻ. അതിനുവേണ്ടി കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ വാലറ്റുകളും കാണാം. ഞാനിവിടെ ടോൺ കീപ്പറാണ് ചൂസ് ചെയ്യുന്നത്. എൻ്റെ ടോൺ കീപ്പറിലാണ് ടോണും ഡോക്സും നോട്ടും എല്ലാം ഉള്ളത്. അപ്പോൾ ഞാനത് ചൂസ് ചെയ്തു, കണക്ട് വാലറ്റ് കൊടുത്തു. അപ്പോൾ ഈ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഓവർലോഡ് ആണെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കണക്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ നോട്ട്, ടോണ്, ഡോക്സ് ഈ 3-ൽ ഏതെങ്കിലും കോയിൻസ് ഉണ്ടെങ്കിൽ, എത്ര കോയിനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചുള്ള റിവാർഡ് നമുക്ക് ഡെയിലി കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞിട്ട് ടൈമർ ഓടുന്ന കാണാം. ഇത് ഞാൻ ഓൾറെഡി കളക്ട് ചെയ്തു. അപ്പോൾ ഓരോ 24 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഹോൾഡിംഗ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൂബ് കിട്ടും. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ടോൺ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ് കിട്ടും. അപ്പം നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. നമ്മളായിരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ വാലറ്റ് തന്നെയാണ് വെക്കുന്നത്. നമ്മൾ ജസ്റ്റ് ആ ഒരു വാലറ്റ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. 100% സേഫ് ആണ്. നമ്മളുടെ ടോൺ എക്കോസിസ്റ്റം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആപ്പാണ്.
ഓക്കെ, അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ടോണോ നോട്ടോ ഡോഗ്സോ നിങ്ങളുടെ വാലറ്റുകളിൽ ഉണ്ടെങ്കിൽ ആ ഒരു വാലറ്റ് ഇവിടെ കണക്ട് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ഗ്യാസുമായിട്ട് പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വാലറ്റിൻ്റെ ബാലൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാണ് 2 മില്യൺ വർത്തായുള്ള കൂപ്പ് ടോക്കൺസ് തന്നുകൊണ്ടേയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 14 ദിവസം മാത്രമേ ഇതുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് 14 ദിവസം ഡെയിലി വന്ന് കളക്ട് ചെയ്ത് മാക്സിമം കൂപ്പ് ടോക്കൺസ് എടുത്ത് വെക്കുക. ലിസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പുറകെ വരും. അപ്പോൾ ആ ന്യൂസുകളെല്ലാം ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ നോട്ടോ ഡോഗ്സോ ടോണോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി റിവാർഡ് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ടാസ്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ടാസ്കുകൾ പോയിട്ട് അങ്ങനെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് കൂപ്പ് ഏൺ ചെയ്യാം. ഇനി അത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എത്രയാണോ ഏൺ ചെയ്യുന്നത് അതിൻ്റെ 10% നിങ്ങൾക്ക് കിട്ടും റെഫറൽ റിവാർഡായിട്ട്. അപ്പോൾ റെഫർ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം. മെയിൻ എന്ന് പറഞ്ഞാൽ ടാസ്ക് തന്നെയാണ്. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് കൂപ്പ് ഇഷ്ടംപോലെ ഏൺ ചെയ്യാൻ പറ്റും. അതിന് പുറമെ നിങ്ങളുടെ കയ്യിൽ ടോണ് ഡോഗ്സ് നോട്ടെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾ ആ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് എത്രയാണോ, എത്ര കൂടുതൽ ഡോഗ്സും നോട്ടും ടോണൊക്കെ ഉണ്ടെങ്കിൽ അത്രയും കൂടുതൽ കൂപ്പ് നിങ്ങൾക്ക് ഡെയിലി റിവാർഡായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ വാലറ്റിലേക്ക് മാക്സിമം ടോണും നോട്ടെല്ലാം ആഡ് ചെയ്ത് വെക്കാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് ആ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വാലറ്റ് സേഫാണ്. 1 രൂപ പോലും നമുക്ക് കുറയില്ല. നമ്മുടെ വാലറ്റിൽ തന്നെയാണ് മുഴുവൻ എമൗണ്ട് ഉണ്ടാവുക. ജസ്റ്റ് ആ ഒരു വാലറ്റ് എത്രയാണ് ബാലൻസ് ഉള്ളത്, ആ ബാലൻസ് വെക്കുന്നതിന് നമ്മൾ ഈ ടോണിൻ്റെ നോട്ടിൻ്റെ ഡോഗ്സിൻ്റെ ഒക്കെ ഹോൾഡറാണ്. നമ്മൾ ആ ഹോൾഡ് ചെയ്യുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ടെലഗ്രാമിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന റിവാർഡാണ് ഈ കൂബ്. കൂബിൻ്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും. ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിവാർഡ് നിങ്ങൾക്ക് കൂബിൽ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അത് വേണ്ടവർ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂബ് അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാം മിനി ആപ്പിൽ കണക്ട് ചെയ്യാം. നമ്മുടെ മൈ പ്രൊഫൈലിൽ കയറുക, അവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 14 ദിവസം മാത്രമാണ് നിലവിലെ ഈ ഒരു $2 മില്യൺ വർത്തായിട്ടുള്ള കൂപ്പ് ടോക്കൻ്റെ റിവാർഡ് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിവാർഡ് എക്സ്റ്റെൻഡ് ആവും അല്ലെങ്കിൽ പുതിയ റിവാർഡ്സ് ആഡ് ആക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയില്ല. അത് അറിയുന്നതിനനുസരിച്ച് ടെലഗ്രാമിൽ പറയും. അപ്പോൾ തീർച്ചയായും ടെലഗ്രാം ചാനൽ നോക്കുക. അതിനനുസരിച്ച് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. ഇത്ര മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.